അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയനായ നമ്മുടെ മഹല്ലിന്റെ ആത്മീയ നേതൃത്വം, ബഹുമാനപ്പെട്ട പൊന്നുകുഞ്ഞി ഉസ്താദ് അവറുകൾ, പൊന്നുകുഞ്ഞി മഹല്ല് ജമാഅത്ത് ഭാരവാഹികൾ, സഹപ്രവർത്തകന്മാരായ ഉസ്താദുമാർ, നാളത്തെ പരിശുദ്ധ ദീനിന്റെ കാവൽപടന്മാരായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട ഉമ്മതന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവിടെ നമ്മൾ മുജീബ് പോയോ? പോയോ? കുറക്കാൻ വേണ്ടിട്ടേ ആടെ മൈക്കൻ്റെ ആളവിടെ പോയി. മുജീബ് ഒന്നുമില്ല, ഒന്ന് തുറക്കണേ. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം സുഖമില്ലാതുള്ള നിങ്ങൾക്ക്. ഒരുപാട് ഒച്ചട്ട് പറഞ്ഞാൽ ഒന്നും നടക്കൂല. പരമാവധി ഒച്ചല്ലാതെ എന്താണ് കൊണ്ടുപോകണം. അതിന് നിങ്ങൾ പരമാവധി സഹകരിക്കണം കേട്ടില്ലേ? മാക്സിമം എത്ര പറ്റും വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ്. ഇത് നന്നായാലും മോശമായാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് ഉണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് മരണങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ധാരാളം മരണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ധാരാളം മരണങ്ങൾ സംഭവിക്കാനിരിക്കുന്നതുമുണ്ട്. നടക്കുന്നതും നടന്നതും നടക്കാനിരിക്കുന്നതുമായ മരണങ്ങളിൽ നിന്ന് നമ്മളല്ലാതെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു മരണമെന്നത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തല്ലാതെ അതിനേക്കാൾ മുസ്ലിം സമൂഹത്തെ എന്നല്ല ദുഃഖത്തിലാഴ്ത്തിയ മറ്റൊരു മരണം, മറ്റൊരു വഫാത്ത് നമ്മുടെ മുന്നിലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ലോകം തേങ്ങിയ നിമിഷമാണ്. ആകാശഭൂമികൾ കരഞ്ഞുപോയ സന്ദർഭമാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ വിങ്ങിയ സന്ദർഭമാണ്. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് കരയാത്ത ജീവജാലങ്ങൾ ഉണ്ടായിട്ടില്ല. ആകാശങ്ങളും ഭൂമികളും എത്രത്തോളമാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനോടനുബന്ധിച്ച് കരഞ്ഞത് എന്ന് കാണാം. ഇങ്ങനെ ലോകത്ത് ധാരാളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എങ്കിലും ആ മരണങ്ങളിൽ നിന്ന് നമ്മെ ഏറ്റവും ദുഃഖത്തിലാഴ്ത്തിയ മരണം എന്നത് അത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്താണ്. ആ വഫാത്തുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, അല്പം ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത്. അല്ലാഹു ഹഖ് പോലെ പറയാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സ്വാലിഹായിരിക്കുന്ന മനുഷ്യന്റെ മരണം എത്തുന്നതിന് മുൻപ് ഏകദേശം ഒരു വർഷം മുൻപ് തന്നെ അല്ലാഹു തആല ചില അടയാളങ്ങൾ, ചില സൂചനകൾ ആ സ്വാലിഹായിരിക്കുന്ന മനുഷ്യന്റെ മരണം നല്ല രൂപത്തിൽ സംഭവിക്കാൻ അല്ലാഹു ചില അടയാളങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്, ചില സൂചനകൾ അല്ലാഹു കാണിച്ചു കൊടുക്കാറുണ്ട്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വാലിഹായിരിക്കുന്ന മനുഷ്യന് ഒരു മലക്കിനെ തന്നെ നിശ്ചയിക്കും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നത് കാണാം. ഒരു വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യൻ മരിക്കുന്നതിന്റെ ഒരു കൊല്ലം മുൻപ് ഒരു മലക്കിനെ, ആ മനുഷ്യന്റെ മരണം വരെ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുന്നു. ധിക്കാരിയായ, മോശക്കാരനായ, തെമ്മാടിയായി ജീവിക്കുന്നവനാണെങ്കിൽ അല്ലാഹു അവന്റെ മൗത്ത് വരെ ഒരു പിശാചിനെയും നിശ്ചയിച്ചു കൊടുക്കുന്നതാണ്. ഇങ്ങനെ ആ മനുഷ്യനുള്ള കാരണം തെറ്റായിരിക്കുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് അവന്റെ മരണം മോശമാകാൻ പര്യാപ്തമായിരിക്കുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് മോശമായിരിക്കുന്ന ഒരു പിശാചിനെ അധീനപ്പെടുത്തി കൊടുക്കും. ആ പിശാചിന്റെ സഞ്ചാര പദത്തിലൂടെയായിരിക്കും ആ പിശാച് എന്താണോ അവന് പറഞ്ഞു കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് മഹാരഥന്മാരായിരിക്കുന്ന മഹത്തുക്കൾ പറയുന്നത് കാണാം. ഇങ്ങനെ സ്വാധീനങ്ങളായിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം മുൻപ് തന്നെ സൂചനകൾ നൽകുന്നുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ വഫാത്തിന് മുൻപ് ധാരാളം സൂചനകൾ നൽകിയിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് റഅയ്തുൽ ബാരിഹത ഇമാമതുക സഖതത അലൽ അർദി. നബിയേ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താ സ്വപ്നം? റഅയ്തുൽ ബാരിഹത ഇമാമതുക സഖതത അലൽ അർദി, അങ്ങയുടെ തലപ്പാവ് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചിട്ടുണ്ട് നബിയേ. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തുമായി നിരവധി സ്വഹാബത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്ത് സൂചിപ്പിച്ചുകൊണ്ടുള്ള ധാരാളം സ്വപ്നങ്ങൾ. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കണ്ടത് ഹബീബിനോട് വന്ന് പറയുകയാ, നബിയേ, ഞാൻ യാ റസൂലല്ലാഹ് റഅയ്തുൽ ബാരിഹത ഇമാമതുക സഖതത അലൽ അർദി, അങ്ങയുടെ തലപ്പാവ് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് നബിയേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ആരാണ്? മഹാനായ സിദ്ദീഖ് തങ്ങൾ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു നിഴൽ നൽകിയിട്ടില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ നിഴലുപോലെ സഞ്ചരിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോകുന്ന സർവ്വ മേഖലകളിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉണ്ടായിട്ടുണ്ട്. ഹിജ്റയുടെ വേളയിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഉണ്ടായിട്ടുണ്ട്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. അതാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു
ഒരിക്കൽ സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സിദ്ദീഖേ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ വാരസൗരിൽ കഴിഞ്ഞുകൂടിയ ആ ഒരു രാവും പകലുണ്ടല്ലോ, ആ ഒരു രാത്രിയിൽ ഒരു രാവും പകലും എനിക്ക് നൽകിയാൽ ഉമറിന്റെ അഅ്മാലുകൾ മൊത്തവും തന്നേക്കാൻ, ഉമറിന്റെ ജീവിതം സർവ്വവും സമർപ്പിച്ചേക്കാൻ. ഒരേ ഒരു രാവും പകലും മാത്രമാണ് പകരം എനിക്ക് ആവശ്യമുള്ളത്. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ കഴിഞ്ഞുകൂടിയിരിക്കുന്ന ഒരു രാവും പകലുണ്ടല്ലോ, ആ ഒരു രാവും പകലും എനിക്ക് പകരം തരാമെന്ന് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു തആല തങ്ങളോട് ചോദിക്കുകയാ. എന്താ രാവും പകലും ചോദിക്കാനുള്ള കാരണം? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ ആ നിലക്ക് ജീവിതം സമർപ്പിച്ചവരാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ആരാരുമില്ലാതെ സ്വന്തം നാട്ടിൽ നിന്ന് നാടെടുത്തു പോകുന്ന സമയത്ത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൽക്കാലികമായ അഭയകേന്ദ്രമായി സൗരഭൂമിയിൽ ചെന്ന് താമസിക്കുന്ന സമയത്ത് അവിടെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 53 കാലനായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 52 കാലനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മലയുടെ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് ചുമന്നുകൊണ്ട് കൊണ്ടുപോകുന്നത്. ആ വാരസൗരിന്റെ മുകൾ ഭാഗത്തെത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് പറഞ്ഞു, നബിയകത്തേക്ക് പ്രവേശിക്കരുത്, ഇഴജന്തുക്കളുടെ ജീവികൾ കണ്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ആദ്യമകത്തേക്ക് കടന്നേക്കാമെന്ന് പറഞ്ഞു ആ വാരസൗരിന്റെ അകത്ത് കടന്നതിന് ശേഷം ആ ഗുഹയുടെ താഴ്ഭാഗത്ത് കാണുന്ന സുഷിരങ്ങളിൽ കയ്യിലുണ്ടായിരിക്കുന്ന വസ്ത്രത്തിന്റെ ചീണ്ടുകൾ കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു തആല ആ ദ്വാരങ്ങളെ മുഴുവനും അടക്കുകയാ. ഒരു ദ്വാരം അടക്കാൻ കഴിഞ്ഞില്ല. ആ ദ്വാരം കാലിന്റെ പെരുവുകൾ കൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് ക്ഷണിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് അവശനാണ്, ക്ഷീണിതനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അകത്തേക്ക് കടന്ന ഉടൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിൽ ചെന്ന് കിടക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ കണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കവിൾത്തടത്തിൽ വീഴുമ്പോൾ മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഞെട്ടിയുണരുകയാണ്. കാരണം ആ രൂപത്തിലുള്ള ഒരു സാഹചര്യമാണ്. ശത്രുക്കളെങ്ങാനും വന്നിട്ടുണ്ടോ എന്ന് ഹബീബായ നബിതങ്ങൾ ഭയപ്പെടുകയാ. ഞെട്ടിയുണർന്നുകൊണ്ട് നോക്കുമ്പോൾ മഹാനായ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, സിദ്ദീഖ്, എന്തിനാ സിദ്ദീഖ് എവിടെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഒന്നുമില്ല നബിയെന്ന് കിടന്നുറങ്ങിക്കോളൂ. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും നിർബന്ധിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയുടെ കാലിൽ നിന്ന് തട്ടിയിട്ടുണ്ട്, വന്നേന്ന് കടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് കാലെടുത്ത് നോക്കാൻ പറയുന്ന സമയത്ത് അതാ ആ ദ്വാരത്തിൽ നിന്ന് ഉഗ്രവിഷമുള്ളൊരു സർപ്പം മുന്നോട്ട് വരികയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് ആ സർപ്പം സ്വന്തം പരിചയപ്പെടുത്തുകയാ. നബിയെ, ഞാൻ ആരാണെന്ന് അറിയുമോ? അങ്ങ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ അപ്പുറത്ത് ജീവിക്കുന്നവനാണ് ഞാൻ. അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രമല്ല സർവ്വജീവജാലങ്ങളുടെയും നേതാവായ അഷ്റഫുൽ മഖ്ലൂഖീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന അടങ്ങാത്ത ആഗ്രഹം കൊണ്ടിരിക്കുന്നവരെന്നെ എനിക്ക് എങ്ങനെയാണ് പുറത്തേക്ക് വരാൻ സാധിക്കുക എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നബിയോട് വലിയ പരുന്നു വന്നുകൊണ്ട് എന്നെ ഖുർആൻ ചെയ്തെടുത്തുകൊണ്ട് ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് കൊണ്ടുവന്നിട്ടതാണ് നബിയെ.
ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ട പുറത്തും ആശ്വാസമായി എന്തെങ്കിലും അങ്ങ് ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തേക്ക് വരുമ്പോ ഒരു നോക്കങ്ങൾ എനിക്ക് കാണാമല്ലോ എന്ന ആഗ്രഹത്തോടുകൂടിയിരിക്കുമ്പോഴാണ് ഈ മാളത്തിൽ അങ്ങ് കാണാൻ അനുവദിക്കാതെ അവിടുത്തെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അമർത്തി പിടിച്ച കാരണം തങ്ങളോട് പറഞ്ഞു നബിയേ, സിദ്ദീഖിന്റെ മനസ്സിലാകാഞ്ഞിട്ടല്ല, സിദ്ദീഖിന്റെ മഹത്വം എനിക്കറിയാഞ്ഞിട്ടല്ല, ഞാൻ സിദ്ദീഖിന്റെ കാലിൽ ഒന്നാമതായി ഒന്ന് തൊട്ടിട്ടുണ്ട് നബിയേ, വേദനിപ്പിക്കാതെന്ന് തൊട്ടിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് പരിഗണിച്ചില്ല. രണ്ടാമതും ഞാൻ സിദ്ദീഖിന്റെ കാലിലേക്ക് തൊട്ട സിദ്ദീഖ് പരിഗണിച്ചില്ല. അങ്ങേ കാണാനുള്ള അങ്ങേപ്പെട്ട ആഗ്രഹം കൊണ്ടാണ് ഞാൻ സിദ്ദീഖിന്റെ കാലിലേക്ക് വിഷം ചീറ്റിയത്. അതുകൊണ്ട് എന്നോട് എനിക്ക് അഫ്വ് ചെയ്യണം, എന്നോട് പൊറുക്കണേ നബിയേ എന്ന് പറഞ്ഞ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന നബിയേ, എന്റെ ആഗ്രഹം ഇതാ ഇവിടെ സംഭവിച്ചിരിക്കുകയാ, എന്റെ ആഗ്രഹം ഇവിടെ സഫലമായിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നൊന്ന് അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കൈകൊണ്ട് എനിക്കൊന്ന് അങ്ങയുടെ കൈകൊണ്ട് എന്നെ ഒന്ന് തീർത്തു കളയണേ നബിയേ, എനിക്കെന്താണ് അന്ത്യ യാത്രയിലേക്ക് നൽകണേ നബിയേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ ഉഗ്രവിഷമുള്ള സർപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്. ആ നിനക്ക് അത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത അല്ലാഹുവിന്റെ ഹബീബിന്റെ സന്തത സഹചാരിയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. നമ്മൾ തുടക്ക ദിവസത്തിൽ ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഏതാനും കുറഞ്ഞ സമയം കിട്ടിയത് കൊണ്ട് കുറച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സിദ്ദീഖിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാ മേഖലയിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖാല സാനിയഹു ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ രണ്ടാമനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ രണ്ടാമനായി നിലവിലുള്ളത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഖാലിയഹു ഫിൽ ഗാർ, ഗാർ സൗറും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമനാണ്. വഖാലിയഹു ഫിൽ അരീശി യൗമ ബദർ, ബദറിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖൈമത്ത് കാവൽ നിന്നത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതിലും രണ്ടാമനാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹൈമക്ക് കാവൽ നിൽക്കുമ്പോഴോ മലക്കുകൾ പറഞ്ഞത് അവിടെ സിദ്ദീഖ് നിൽക്കുന്നുണ്ട്, ആ ഭാഗത്തേക്ക് നാം പോകേണ്ട ആവശ്യമില്ലെന്ന് റഹ്മത്തിന്റെ മലക്കുകൾ പോലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാവൽ നിൽക്കുന്നത് കണ്ടിട്ട് ആ ഭാഗത്തേക്ക് പോകാതിരുന്നിട്ടുണ്ട്. അതാണ് ബദറിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ രണ്ടാമനാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വഖാലിയഹു ഫിൽ ഖബരി, ഖബറിലും രണ്ടാമനാ. ഹുജറത്തു ശരീഫിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ രണ്ടാമനായി ചെന്ന് കിടക്കുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളാണ്. ഇങ്ങനെ എല്ലാ മേഖലയിലും ഹബീബായ മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ മാത്രമല്ല ദുനിയാവിൽ മാത്രമല്ല വയഖൂലു സ്വഹിബഹു യൗമൽ ഖിയാമത്തി ഇൻഷാ അല്ലാഹു ഫിൽ ഹൗൽ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നാളെ ഹൗലിന്റെ സമീപത്ത് എന്റെ കൂടെ രണ്ടാമനായി എന്റെ സിദ്ദീഖ്, എന്റെ സ്വാഹിബ് രണ്ടാമനായി ഉണ്ടാകുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രമാത്രമാ സിദ്ദീഖ് തങ്ങളുടെ മഹത്വം പറഞ്ഞത്. മദീന പള്ളിയിൽ പ്രവേശന കവാടങ്ങൾ ധാരാളമുണ്ട്. ഓരോ സ്വഹാബത്തിന്റെ പേരിലാണ് കവാടങ്ങളുള്ളത്. ഒരവസരത്തിൽ ഹബീബായ നബി തങ്ങൾ പറയാൻ തുടങ്ങി, ആ മദീനയിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ മുഴുവനും നിങ്ങൾ അടച്ചേക്കുക. അബൂബക്കറിന്റെ വാതിൽ നിങ്ങൾ അടച്ചേക്കരുത്. അബൂബക്കറിന്റെ പ്രവേശന കവാടം നിങ്ങൾ അടച്ചേക്കരുത്. മറ്റെല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചേക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളുടെ ബഹുമാനമാ. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികടന്നുകൊണ്ട്, നബിയെ, അങ്ങയുടെ തലപ്പാവ് താഴ്ഭാഗത്തേക്ക് ഭൂമിയിലേക്ക് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല എന്റെ കൈകൊണ്ട് ഞാൻ അതെടുത്തിട്ടുണ്ട് നബിയെ. എന്റെ കൈകൊണ്ടാണ് ഞാൻ അങ്ങയുടെ തലപ്പാവ് എടുത്തുയർത്തിയത്. മാത്രമല്ല ആ തലപ്പാവ് ഞാൻ ചുംബിച്ചിട്ടുണ്ട് നബിയെ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്നു. സിദ്ദീഖേ, ഈ ദുനിയാവിന്റെ ലോകത്തിൽ നിന്ന് ആഖിറത്തിലേക്ക് ഞാൻ പോകുന്നതിന്റെ സൂചനയാ, എന്റെ വഫാത്തിന്റെ സൂചനയാണ് സിദ്ദീഖേ. എന്റെ തലപ്പാവ് ഭൂമിയിലേക്ക് വീഴുന്നതായി നിങ്ങൾ കണ്ടത് എന്റെ വഫാത്തിന്റെ സൂചനയാണ്. ദുനിയാവിൽ നിന്ന് ഞാൻ ആഖിറത്തിലേക്ക് പോകാൻ അടുത്തതിന്റെ സൂചനയാണ് സിദ്ദീഖേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് ഇത് പറയുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് അടുത്ത കാലഘട്ടത്തിൽ വഫാത്തായി പോകുമെന്ന് സ്വഹാബത്തിന് യാതൊരു ധാരണയുമില്ല. അല്ലാഹുവിന്റെ ഹബീബ് ആരോഗ്യ ദൃഢഗാത്രനാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ തലരോഗം വന്ന് നരച്ചിട്ടില്ല. ആകെ ചുണ്ടിന്റെ താഴ്ഭാഗത്ത് 20 താഴരോഗം മാത്രമാണ്. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നരച്ചിട്ടുള്ളത്. അങ്ങനെ ആ സമയത്ത് അത്രയും ആരോഗ്യമുള്ള ഹബീബായ പ്രവാചകൻ ലോകത്തോട് വിട പറയുമെന്ന് ആരും കരുതുന്നില്ല. ആ സമയത്താണ് ഹബീബ് പറയുന്നത്, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുന്നതിന്റെ സൂചനയാണ് സിദ്ദീഖേ എന്റെ തലപ്പാവ് ഭൂമിയിലേക്ക് വീഴുന്നതാണ് ഞങ്ങൾ കണ്ടതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് വന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്ന, നബിയെ, ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്റെ കയ്യിൽ ധരിച്ചിരിക്കുന്ന എന്റെ മോതിരക്കല്ല് താഴ്ഭാഗത്തേക്ക് വീണുപോകുന്നതാണ് കണ്ടത് നബിയെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അമ്പിയാക്കൾ മോതിരം പോലെയാണ് ഉള്ളത്. അമ്പിയാക്കൾ മോതിരം പോലെയാണ്. ആ മോതിരത്തിന് സൗന്ദര്യം നൽകുന്നവരുടെ കല്ലാണ്. അമ്പിയാക്കളുടെ സൗന്ദര്യം ഞാനാണ് ഉള്ളത്. ആ കല്ല് താഴ്ഭാഗത്തേക്ക് വീണു പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ അസ്തമയമാണ്, എന്റെ വഫാത്താണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ അരികിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് വന്ന് ഒന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്,
ഇന്ന മുസ്ഹഫൻ യഖൂലു ഫീ ഹിജ്രി, എന്റെ മടിത്തട്ടിൽ ഒരു മുസ്ഹഫ് ഉണ്ടായിരുന്നു നബിയേ, എന്റെ മടിത്തട്ടിലുള്ള മുസ്ഹഫ് ഇത് ഹബ്ബത്തിലൊരു കാറ്റെന്ന് അടിച്ചു വീശിയപ്പോ അതിന്റെ പേജുകൾ ഇങ്ങനെ പറന്നു പോകുന്നത് ഞാൻ കണ്ടുപിടിയേ എന്ന്. എന്താണ് ഹബീബിന്റെ വ്യാഖ്യാനമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ വ്യാഖ്യാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ വഫാത്തോടുകൂടെ വഹിയ അസ്തമിക്കുമെന്നാണ് ഉസ്മാൻ. ഞാൻ വഫാത്താകുന്നതോടുകൂടെ ജിബ്രീൽ കൊണ്ടുവരുന്ന വഹിയുടെ അസ്തമനമാണ് സൂചിപ്പിക്കുന്നത് ഉസ്മാനെ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. നാലാമന്നതാ വരുന്ന മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു തആല തങ്ങൾ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ് ഇന്ന ദുറഇ യസ്ഖുതു അലൽ അർളി മിൻ നഫ്സി, നബിയേ എന്റെ ശരീരത്തിലുള്ള പടയെങ്കിൽ താഴ്ഭാഗത്തേക്ക് നിലത്ത് വീണ് പോകുന്നതാണ് നബിയെ ഞാൻ കണ്ടത്. എന്റെ ശരീരത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ധരിക്കുന്ന പടയെങ്കിയുണ്ടല്ലോ, ആ പടയെങ്കി എന്റെ ശരീരത്തിൽ നിന്ന് ഉയർന്നു വീണ് പോകുന്നതാണ് നബിയേ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുകയാ, എന്താണ് നബിയുടെ വ്യാഖ്യാനമെന്ന് ചോദിക്കുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലയോ അലിയേ, പടയെങ്കി എന്നത് ഹുവൽഖുവ, അത് ശക്തിയാണ്. കാരണം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ശത്രുവിന്റെ വെട്ടേറ്റിന് നമ്മുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കാനുള്ള നമ്മുടെ ആരോഗ്യത്തിന് ശരീരത്തിന് ശക്തി പകരുന്നതാണ് പടയെങ്കിൽ. അല്ലയോ അലിയേ, നിന്റെ ശക്തി ആരാണെന്നറിയോ? നിന്റെ ശക്തി ആരാണ് അലിയേ? നിന്റെ ശരീരത്തിൽ നിന്ന് പടയെങ്കിൽ താഴ്ഭാഗത്തേക്ക് വീണു പോകുന്നുണ്ടെങ്കിൽ നിന്റെ ശക്തിയായിരിക്കുന്ന എന്റെ വഫാത്തടുത്തിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 4 മഹാരഥന്മാർക്കും ഈ രൂപത്തിലുള്ള സൂചനകൾ കൊടുക്കുകയാ. ശേഷം അതാ റസൂലുള്ളാഹിന്റെ മൂത്താപ്പ വരുന്നു, അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഇന്നൽ ഖമറ റുഫിഅ മിനൽ അർദി, നബിയെ ഭൂമിയിൽ നിന്നൊരു പൂർണ്ണ ചന്ദ്രൻ ആകാശത്തിലേക്ക് അല്ലാഹു തആല ഉയർത്തുന്നത് ഞാൻ ഇന്നലെ കണ്ടു നബിയേ. എന്താണ് അതിന്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭൂമിയിൽ ഒരു പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. ആ പൂർണ്ണ ചന്ദ്രൻ ആകാശത്തേക്ക് അല്പാൽപമായി ഉയർന്നു പോകുന്നതാ ഞാൻ ഇന്നലെ കണ്ടത് ഹബീബേ. അതിന്റെ അർത്ഥം എന്താണ്, വ്യാഖ്യാനം എന്താണെന്ന് ഹബീബായ നബി തങ്ങളോട് ചോദിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അബ്ബാസ് തങ്ങളെ ഇബ്നു അഖീ, നിങ്ങളുടെ സഹോദരന്റെ മകനാ. ഇന്നലെ നിങ്ങൾ കണ്ട പൂർണ്ണ ചന്ദ്രനുണ്ടല്ലോ, നിങ്ങളുടെ സഹോദരനായ അബ്ദുല്ലാഹിന്റെ മകൻ മുഹമ്മദാ, നിങ്ങളുടെ സഹോദരന്റെ മകനായ ഞാനാണ്. എന്റെ അസ്തമയമാണ് ഭൂമിയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള എന്റെ യാത്രയാണത് സൂചിപ്പിക്കുന്നത്. എന്റെ വഫാത്താണ് തങ്ങളെ സൂചിപ്പിക്കുന്നതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് പറയുന്ന സദസ്സ. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചിലപ്പോ ആ ഒരു സ്വലാത്ത് കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോ നമ്മളെ രക്ഷപ്പെടുക. അപ്പൊ നമ്മൾ രണ്ടും വിശ്വാസികരിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. സംസാരിക്കുന്ന ഞാൻ അടക്കമുള്ള കാര്യം പറയണം. എന്തൊക്കെ ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിൽ വരിക. എന്തൊക്കെ ചിന്ത വന്നാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി ഈ സ്വലാത്ത് എന്ത് അതേ ചുമ്മാ വേലോട്ട് നോക്കിക്കൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും അശ്രദ്ധരായിക്കൊണ്ട് ചൊല്ലിയാലും ആ സ്വലാത്തിന് കൂലിയുണ്ട് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
അല്പം ശാരീരിക ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, ഇബ്നു അഖീക, ആ ഭൂമിയിൽ നിന്ന് ആകാശത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന കമർ, അത് നിങ്ങളുടെ സഹോദരന്റെ മകനായ ഞാനാണ്, എന്റെ വഫാത്തിന്റെ സൂചനയാണത് സൂചിപ്പിക്കുന്നത് എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലെ ഖാദിയായി യാത്രയാക്കുകയാണ്. മദീനയിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലെ ഖാദിയായി യാത്രയാക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റാകിബുൽ റസൂലുള്ളാഹി യംശി തഹ്ത റാഹിലതിഹി, ഒട്ടകത്തിന്റെ മുകൾ ഭാഗത്ത് മുആദ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു. നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താഴെ ആ വാഹനത്തിന്റെ കൂടെ നടക്കുകയാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹു പതുക്കെ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അരുത് മുആദേ, അവിടെ തന്നെ നിങ്ങൾ ഇരുന്നോളൂ. യാത്രക്കാരായിരിക്കുന്ന നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നത് സുന്നത്താണ്. നമ്മുടെ വീട്ടിലേക്ക് അതിഥി വന്ന് അതിഥി പോകുന്ന സമയത്ത് ആ അതിഥിയുടെ കൂടെ നാം സഞ്ചരിക്കുന്നത്, പോകുന്ന നേരത്തെ യാത്രയാക്കുന്നത് സുന്നത്താ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റസൂലുള്ളാഹി വിളിക്കുന്നു, യാ മുആദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചുകൊണ്ട് പറയുകയാ, അല്ലയോ മുആദേ, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. അല്ലയോ മുആദേ, ഈ യാത്രയ്ക്ക് ശേഷം, ഈ വർഷത്തിന് ശേഷം എന്നെ നീ കണ്ടില്ലെന്ന് വന്നേക്കാം. അല്ലാഹുവിന്റെ ഹബീബ് പെട്ടെന്ന് മുആദിനെ വിളിച്ച് പറയുകയാണ്, യാ മുആദ്, ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹാദാ. ഈ വർഷത്തിന് ശേഷം എന്നെ കണ്ടില്ലെന്ന് വന്നേക്കാം മുആദേ. വലഅല്ലക അൻ തമുറ ബിമസ്ജിദി ഹാദാ. എന്റെ മസ്ജിദിന്റെ സമീപത്തിലൂടെ നിങ്ങൾ പോയേക്കാം. വഖബരി, എന്റെ ഖബറിന്റെ സമീപത്തിലൂടെ നിങ്ങൾ പോയേക്കാം. റസൂലുള്ളാഹി അവിടുത്തെ വഫാത്തിന്റെ സൂചന നൽകുകയാണ് മുആദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഖബറിന്റെ സമീപത്തിലൂടെ പോവാമെന്ന് പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങി. കാരണം അവർ റസൂലുള്ളാഹിന്റെ ഖബർ അവരുടെ സങ്കല്പത്തിൽ പോലുമില്ല. ആ ഖബറിന്റെ സമീപത്തിലൂടെ നിങ്ങൾ പോകും മുആദിനെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ മുആദ് റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ആശ്വസിപ്പിക്കുകയാണ്. എന്നിട്ടതാ യമനിലെ ഖാദിയായി യാത്രയേർക്കുന്നു. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് മുആദ് തങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന സൂചന അവിടുത്തെ വഫാത്തിനെ കുറിച്ചാണ് നൽകിയിരുന്നത്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നതിന്റെ ഒരു വർഷം മുമ്പ് തന്നെ പല സ്വഹാബത്തും പല തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ചില സ്വഹാബത്തിന് റസൂലുള്ളാഹി സൂചനകൾ നൽകിയിട്ടുണ്ട്. മഹാനായ ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് അതാ ഇമാമായി നിസ്കരിക്കുന്നു. ഇർബാദ് ഇബ്നു സാരിയത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅത്ത യൗമിൻ, ഒരു ദിവസം ഹബീബ് ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിച്ചു. സുമ്മ അഖബല അലൈനാ ബിവജ്ഹിഹി, പിന്നെ അല്ലാഹുവിന്റെ ഹബീബ് ഞങ്ങളിലേക്ക് അവിടുത്തെ മുഖം തിരിച്ചിരുന്നു.
ഞങ്ങളിലേക്ക് ഹബീബായ നബിതങ്ങൾ മുന്നിട്ടു. എന്നിട്ടോ ഫവഅലനാ മൗഇദത്തൻ ബലീഗത്തൻ നറകത്തു മിൻഹൽ ഉയൂൻ വവജിലത്തു മിൻഹൽ ഖുലൂബ്. വല്ലാത്തൊരു പ്രഭാഷണമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നൽകിയത്. എങ്ങനെയുള്ള പ്രസംഗമാണ്? ദറഫത്തു മിൻഹൽ ഉയൂൻ, കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന തരത്തിലുള്ള പ്രഭാഷണമായിരുന്നു. ഹൃദയങ്ങൾ പിടപിടക്കുന്ന രൂപത്തിലുള്ള പ്രഭാഷണമായിരുന്നു. ആ പ്രഭാഷണം നടത്തിയപ്പോ സദസ്സിൽ നിന്നൊരു സഹോദരൻ എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് കഅന്ന ഹാദിഹി മൗഇദത്തു മുവദ്ദിഇൻ, നബിയേ ഒരു യാത്ര പറയുന്നവന്റെ പ്രസംഗം പോലെയുണ്ടല്ലോ, ഒരു യാത്ര പോകുന്നവന്റെ പ്രഭാഷണം പോലെയുണ്ടല്ലോ നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചപ്പോ ആ ചോദ്യകർത്താവിന്റെ ഹബീബായ നബിതങ്ങൾ മറുപടി പറയുന്നില്ല. എന്നിട്ട് ആ ചോദ്യകർത്താവ് ഹബീബിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഫഔസിനാ യാ റസൂലല്ലാഹ്, നബി ഞങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുമോ, ഞങ്ങളോട് വസിയ്യത്ത് തരുമോ നബിയേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉസീകും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ, സൂക്ഷ്മശാലികളായിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണേ, വസ്സംഇ വത്വാഅ, ഭരണാധികാരികൾ പറയുന്നത് നിങ്ങൾ കേൾക്കണേ, അവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോട് വസിയ്യത്ത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നൽകുന്ന വസിയ്യത്താണ്, ഉസീകും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിൻ തഖ്വ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ, വസ്സംഇ വത്വാഅ, ഭരണാധികാരികൾ പറയുന്നത് നിങ്ങൾ കേൾക്കണം, അവർ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം. അബസീനിയക്കാരനായ സാധുവായ മനുഷ്യനാണ് നിങ്ങളുടെ നേതാവായി വന്നതെങ്കിലും ആ ഭരണാധികാരികൾ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്വഹാബത്തെ, എന്റെ വഫാത്തിന് ശേഷം ഫഇന്നഹു മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറാ, എന്റെ വഫാത്തിന് ശേഷം ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് ഭിന്ന സ്വരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കും. അന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഒരുപാട് വ്യത്യാസങ്ങളും ഭിന്ന അഭിപ്രായങ്ങളും ഭിന്ന സ്വരങ്ങളും നിങ്ങൾക്ക് കാണാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. ആ സമയത്ത് ആരോട് ഫഅലൈകും ബിസുന്നതി, എന്റെ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്നത്, വസുന്നത്തിൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയീൻ, ഖുലഫാഉർ റാഷിദീങ്ങളായ എന്റെ സ്വഹാബത്തിന്റെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ആരാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാ. എന്റെ വഫാത്തോടുകൂടി ഒരുപാട് ഭിന്നതകൾ ലോകത്ത് സംസാരമാകാൻ പോകുന്നുണ്ട്. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ചാഞ്ചല്യമില്ലാതെ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും എന്റെ പിൽക്കാലക്കാരായി വരുന്ന ഖലീഫമാർ ഖുലഫാഉർ റാഷിദുകളായ വസുന്നത്തിൽ ഖുലഫാഉർ റാഷിദീനൽ മഹ്ദിയീൻ, മഹ്ദിയീങ്ങളായ സന്മാർഗം സിദ്ധിച്ച ഖുലഫാഉർ റാഷിദീങ്ങളുടെ പാത, അവരുടെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയും സ്വഹാബത്തിന് നൽകുന്നത് ഹബീബായ പ്രവാചകന്റെ വഫാത്താണ്. എന്റെ വഫാത്തിന് ശേഷം ഒരുപാട് ഭിന്ന സ്വരങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാ. അവിടെ അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് ആ സംസാരത്തിലും ആ പ്രഭാഷണത്തിലും ഹബീബ് പഠിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന്റെ സൂചനയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്നത്. ഇനി അല്ലാഹുവിന്റെ വഫാത്തിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സൂചന
അല്ലാഹു തആല നൽകുകയാണ് വിശുദ്ധ ഖുർആനിലൂടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. ഹബീബായ നബി തങ്ങൾക്കതാ പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു സൂറത്ത് തന്നെ ഇറക്കി കൊടുക്കുന്നു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു കഴിഞ്ഞാൽ, വൽ ഫത്ഹു, മക്കം ഫതഹും വന്നു കഴിഞ്ഞാൽ, മക്കം വിജയം വരിച്ചാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, പരിശുദ്ധ ഇസ്ലാമിന്റെ ശാസ്ത്രതീരത്തേക്ക് സംഘം സംഘമായി ആളുകൾ പ്രവഹിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, നബിയെ തസ്ബീഹ് അല്ലാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടി അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലണേ നബിയെ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ നബിയെ. കാരണം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവഹിക്കുന്നത് കണ്ടാൽ അങ്ങേക്ക് മടങ്ങാനുള്ള സമയമാണ് നബിയെ. അങ്ങ് മടങ്ങുന്നതിന് മുമ്പ് നന്മകൾ വർദ്ധിപ്പിക്കണേ നബിയെ. സാധാരണ ചെയ്യുന്നതിന്റെ ഇരട്ടി നന്മകൾ വർദ്ധിപ്പിക്കണം. അതാണ് മടങ്ങുന്നതിന് മുമ്പ് പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കാൻ അല്ലാഹു പറയുന്നത്. ആളുകൾ ഇങ്ങനെ ഇസ്ലാമിലേക്ക് വരുന്നത് കണ്ടാൽ അങ്ങേക്ക് മടങ്ങാൻ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഹംദ് ചെയ്യുന്നതോടുകൂടി തസ്ബീഹുകൾ വർദ്ധിപ്പിക്കുകയേ, അതിലേക്ക് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുകയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടക്ക വഫാത്തിനെ കുറിച്ച്, മടക്ക യാത്രയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചന നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല സൂചന കൊടുക്കുന്നു, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ പ്രായമാകുന്ന സമയത്ത് അവൻ നന്മകൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. മരണത്തോട് അടുക്കുമ്പോഴും അവൻ നന്മകൾ വർദ്ധിപ്പിക്കണം. സാധാരണ മരിക്കാൻ പോകുന്നതിനും ഏകദേശം അവന്റെ മരണം അടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു ജുസുവൻ ഓടുന്നവനാണ്, 2 ജുസുവൻ ഓടാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും 100 രൂപ സ്വതക്ക ചെയ്യുന്നവന് എങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നന്മകൾ ഇരട്ടിപ്പിക്കാൻ നീ പരിശ്രമിക്കണം. അതാണ് ഹബീബിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. 40 വയസ്സായിരിക്കുന്ന ഒരു മനുഷ്യൻ 40 കഴിഞ്ഞതിന് ശേഷവും അവൻ നന്നാവണം എന്നുള്ള ചിന്ത ഉണ്ടായിട്ടില്ല എങ്കിൽ, നന്നാവാൻ അവൻ തയ്യാറായിട്ടില്ലെങ്കിൽ പിന്നെ നന്നാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാം. അതുകൊണ്ടാണ് ഹബീബിനോട് അല്ലാഹു പറയുന്നത്, നബിയേ അങ്ങേക്ക് മടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. ആ മടങ്ങുന്നതിന് മുമ്പ് അങ്ങ് അവിടുത്തെ അമലുകൾ വർദ്ധിപ്പിക്കുക, നന്മകൾ ഇരട്ടിപ്പിക്കുക നബിയേ. അതാണ് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അങ്ങ് ഇസ്തിഗ്ഫാറും അതുപോലെ അല്ലാഹുവിന്റെ ഹംദുകളും അങ്ങ് വർദ്ധിപ്പിക്കണം എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ സൂചനയായി, വഫാത്തിന്റെ സൂചനയായി പറയുകയാ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും നന്മകൾ വർദ്ധിപ്പിക്കുന്ന മഹാത്മാവാ. വഫാത്തിന്റെ തൊട്ടുമുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സാധാരണ എല്ലാ റമദാനിലും ഇഅ്തികാഫിരിക്കുന്നത് നമുക്കറിയാം. 10 ദിവസമാണ് റസൂലുള്ളാഹി എല്ലാ റമദാനിലും ഇഅ്തികാഫിരിക്കാറുള്ളത്. പക്ഷേ വഫാത്തിന്റെ തൊട്ടുമുമ്പുള്ള പരിശുദ്ധ റമദാനിൽ
ഹബീബായ നബി തങ്ങൾ 20 ദിവസമാണ് അവിടുന്ന് ഇഅ്തികാഫിരിക്കുന്നത്. 20 ദിവസം തൊട്ട് മുൻപുള്ള വഫാത്തിന്റെ മുൻപുള്ള റമദാനിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഅ്തികാഫിരിക്കുകയാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റമദാനങ്ങൾ കഴിഞ്ഞു, മാസങ്ങളങ്ങ് കടന്നു പോവുകയാണ്, ശവ്വാൽ കടന്നു വരുന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓരോ ദിവസവും സ്വഹാബത്തിന്റെ കൂടെ ചിലവഴിക്കുന്നു. മാസങ്ങൾ കടന്നു പോകുന്നു, ദുൽഖഅദ വരുന്നു. ദുൽഖഅദ മാസം വന്നപ്പോൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഅദ്ദിനാണല്ലോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, യാ ബിലാൽ ഇന്നി ഉരീദുൽ ഹജ്ജ ഫീ ഹാദിഹി സനാ, ഈ വർഷം ഞാൻ ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഹജ്ജിന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ബിലാലേ. അതുകൊണ്ട് വഅദ്ദിൻ ഫിന്നാസ്, എന്റെ കൂടെ ആരെല്ലാം ഹജ്ജിന് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവരോട് മുഴുവനും വിളിച്ച് പറഞ്ഞേക്കും ബിലാൽ. കാരണം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദമെന്നത് ശ്രവണമധുരമായ ശബ്ദത്തിന്റെ ഉടമയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു അത്യുച്ച ശബ്ദത്തിന്റെ ഉടമയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാ, ജനങ്ങളോട് വിളിച്ച് പറയണേ ബിലാലേ എന്ന് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് കയറുകയാണ്. മദീന പള്ളിയിലേക്ക് കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ സമ്മതത്തോടുകൂടെ ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു വിളിച്ച് പറയുകയാണ്, അലാ മൻ കാന യുരീദുൽ ഹജ്ജ ഫീ ഹാദിഹി സന, ഈ കൊല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഹജ്ജ് ചെയ്യാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് അവരെല്ലാം ഹജ്ജിന് തയ്യാറായിക്കോളുമെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുകയാ. ആ പള്ളിയിൽ നിന്ന് നേരെ അങ്ങാടിയിലേക്ക് പോകുന്നു. അങ്ങാടിയിലും വെച്ചതാ വിളിച്ചു പറയുന്നു, ആരൊക്കെ ഈ വർഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടോ, ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഹജ്ജിന് തയ്യാറായിക്കോളൂ. അതിനെന്നതാ കുന്നിൻ മുകൾ ഭാഗത്തേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹു കയറുകയാ. ആ കുന്നിൻ മുകൾ ഭാഗത്ത് വെച്ചും വീണ്ടും അവിടുന്ന് വിളിച്ചു പറയുകയാണ്, ഈ വർഷം ആരൊക്കെ ഹജ്ജിന് പോകണം മുത്തുനബിയുടെ കൂടെ എന്ന് ആഗ്രഹിക്കുന്നു അതിന് മുഴുവനും ഇതാ ഹജ്ജിന് തയ്യാറായിക്കോളൂ എന്ന വിളംബരം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കേട്ടപ്പോൾ മദീന പള്ളിയിലേക്ക് ഒഴുകിയത് 1,00,000 സ്വഹാബത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയിലേക്ക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വിളംബരം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഹജ്ജിന് പോകാൻ തയ്യാറായവർ 1,00,000 ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാണ്. മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് യാത്ര നടത്തുകയാണെങ്കിലും ഹബീബായ നബി തങ്ങളോട് കൂടെ ഏതെങ്കിലും ഒരു ഭാര്യ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹജ്ജിന്റെ യാത്രയിൽ അന്ന് ജീവിച്ചിരിക്കുന്നത് 9 ഭാര്യമാരാണ്. ആ 9 ഭാര്യമാരെയും ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കൂട്ടുകയാണ്. ഹജ്ജിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഭാര്യ കൂടെ കൂട്ടൽ സുന്നത്താണ്. ഹജ്ജിന് പോകുമ്പോൾ എന്ത് ചെയ്യണം? ഭാര്യനെ കൂടെ കൂട്ടണം. ഇപ്പൊ തന്നെ ചിരിക്കുന്ന സമയമല്ലേ, അപ്പൊ കൂട്ടാട്ടോ. ഹജ്ജിന് പോകുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഭാര്യ കൂട്ടൽ എന്താണ്? സുന്നത്താണ്. ഒരു സഹോദരൻ പറഞ്ഞത് കാര്യത്തിന് ഓർമ്മയില്ല. അദ്ദേഹത്തിന് ഹജ്ജിന് പോകാൻ ഏകദേശം സമയമായപ്പോ ഭാര്യ കൂട്ടുന്നില്ലേ എന്ന് ചോദിച്ചതിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്ക്,
ഭാര്യ കൊണ്ടുപോയാൽ ഹജ്ജ് ചിലപ്പോൾ അന്ന് കബൂൽ ചെയ്യണമെന്നില്ല. അതെന്താ കാരണം? ഇവിടെ തന്നെ ഇങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ പിറുപിറുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ചെന്ന ഈ കോളത്തിന് പറഞ്ഞ പിന്നെ പടച്ചോ എന്റെ ഹജ്ജ് സ്വീകരിക്കുമോ? അതുകൊണ്ട് ഒറ്റക്ക് പോവാനാണ് എനിക്ക് താല്പര്യമെന്നൊരു സഹോദരൻ പറയുകയുണ്ടായി. എന്നാൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജിന് പോകുന്ന സമയത്ത് ഭാര്യമാരെ കൂടെ കൂട്ടൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബായ 9 ഭാര്യമാരെയും അന്ന് ജീവിച്ചിരിക്കുന്നവർ 9 പേരാണ്. ആ 9 ഭാര്യമാരെയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ കൂട്ടുകയാ. അവിടുത്തെ 1,00,000 സ്വഹാബത്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ പോകുന്നത്. മദീനയിൽ നിന്ന് ദുൽഖഅദ 23 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയാണ്. ഇങ്ങോട്ടാ പുറപ്പെടുന്നത്? മദീനക്കാരുടെ മിൽക്കാത്തായിരിക്കുന്ന ദുൽഹുലൈഫയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബും സ്വഹാബത്തും പുറപ്പെടുകയാ. അവര് ദുൽഹുലൈഫയിൽ എത്തിച്ചേരുകയാ. മദീനയുടെയും മദീനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ആളുകളുടെ മിൽക്കാത്താണ്. ആ മിൽക്കാത്തിലുള്ളവരത് അവിടെ താമസിക്കുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറ്റേ ദിവസം ഉച്ചയോടെ സ്വഹാബത്തിനോട് കുളിച്ചു ശുദ്ധിയാവാൻ ആവശ്യപ്പെടുകയാ. എല്ലാവരും കുളിച്ച് ശുദ്ധിയായി വരുന്നു. മക്കയിലേക്ക് പുറപ്പെടാൻ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് മക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപുള്ള ആദാബുകൾ പഠിപ്പിച്ചു കൊടുക്കുകയാ. എന്തെല്ലാമാണ് പാലിക്കേണ്ടത്, എങ്ങനെയാണ് പോകേണ്ടത്, എന്തെല്ലാം മതങ്ങളാണ് സ്വീകരിക്കേണ്ടത്, മുഴുവൻ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാ. അവിടെ വെച്ച് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞൊരു വാക്കാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു സൂചന പോലെ നൽകുകയാണ്. അല്ലയോ സ്വഹാബത്തേ, ഇനി ഒരു ഹജ്ജ് ചെയ്യാൻ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഇനി ഒരു ഹജ്ജ് ചെയ്യാൻ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക, കൃത്യമായി നിങ്ങൾ പഠിക്കുക. കാരണം ഇനി ഒരു തവണ നിങ്ങളെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായിക്കോണമെന്നില്ല എന്ന ഹബീബിന്റെ വഫാത്തിന്റെ സൂചന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുകയാ. എല്ലാവരും മക്കയിലേക്ക് പുറപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവാഫ് ചെയ്യുകയാണ്. അവിടുന്ന് സഅയ് ചെയ്യുകയാ. എങ്ങനെയാണ് റസൂലുള്ളാഹി തവാഫ് ചെയ്യുന്നത്? എങ്ങനെയാണ് നബിതങ്ങൾ സഅയ് ചെയ്യുന്നത്? ഒട്ടകത്തിന്റെ മുകൾ ഭാഗത്താണ് നബിതങ്ങൾ ഇരുന്നുകൊണ്ട് അവിടുന്ന് തവാഫ് ചെയ്യുന്നത്. എന്തിനാ ഒട്ടകത്തിന്റെ മുകൾ ഭാഗത്ത് സഅയും തവാഫും? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാ ആ നിലക്കവിടുന്ന് സഅയും തവാഫും ചെയ്തതെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് തവാഫ് ചെയ്യുന്നു. സ്വഹാബത്ത് മുഴുവനും കൃത്യമായി ശ്രദ്ധിക്കുകയാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹജ്ജ് 8 വരെ മക്കയിൽ അവർ താമസിക്കുകയാണ്. ദുൽഹജ്ജ് 8 മിനയിലേക്ക് പുറപ്പെടുന്നു. ദുൽഹജ്ജ് 9 അറഫയിൽ അവിടെ എത്തിച്ചേരുകയാ. സമയം കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ചു പോവാണ്. ഏകദേശം 9:45. 10 മണിക്ക് നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മണിക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ എന്താ ഓഫാക്കുന്നു അങ്ങനെ പറയുന്നത് കേട്ടതിന്. 10 മണിക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ മൈക്ക് ഓഫാക്കുന്നു ഇങ്ങനെ പറയുന്നത് കേട്ടു. ആരോഗ്യ സഹോദരി സഹോദരൻ അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. ഇനി ഇങ്ങനെ പറയാനുള്ള തൗഫീഖും കൊടുക്കട്ടെ. അപ്പൊ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുൽഹജ്ജ് 9 അറഫയിൽ എത്തിച്ചേർന്ന് ആ അറഫയിൽ നമുക്കറിയാം ലോകപ്രസിദ്ധമായ ഒരു പ്രഭാഷണം
അള്ളാഹുവിന്റെ ഹബീബ് അറഫയിൽ വെച്ചാണ് നടത്തിയത്. അറഫ പ്രഭാഷണം എന്ന പേരിൽ ദുൽഹജ്ജ് 9 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രഭാഷണം നടത്തുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് എല്ലാവരെയും വിളിച്ചുകൂട്ടിക്കൊണ്ട് ലോകപ്രസിദ്ധമായ പ്രഭാഷണം നടത്തുന്നുണ്ട്. അതിനുശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിലേക്ക് നീങ്ങുകയാണ്. അറഫയിൽ വെച്ച് അള്ളാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് കാന അക്ഫറു ദുആഇഹി, അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി, പടച്ചവനെ എന്റെ ഉമ്മത്തിന്, എന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ ചെന്നാൽ ഉമ്മത്തിനെ സ്മരിക്കാത്ത, ഉമ്മത്തിനെ മറക്കാത്തൊരു നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അറഫയിൽ അല്ലാഹ് വേറെ എന്തൊക്കെ റസൂലുള്ളാഹിക്ക് ചോദിക്കാറുണ്ട്. ആ അറഫയിൽ വെച്ച് അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും കൂടുതൽ കാന അക്ഫറു ദുആഇഹി, ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച ഒരു പ്രാർത്ഥന അത് അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്, സമുദായത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന പ്രാർത്ഥനയാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസറിന്റെ വാഗ്വരി മുഴങ്ങുകയാണ്. അസർ കഴിയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒട്ടകത്തിന്റെ പുറത്തേക്ക് ചാരി നിൽക്കുകയാണ്. സമയത്തോട് ഏകദേശം അടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടമ്പതാ വിയർക്കാൻ തുടങ്ങുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി വരികയാണ്. റസൂലുള്ളാഹി തങ്ങൾക്ക് വഹി വരുമ്പോൾ റസൂലുള്ളാഹിന്റെ നെറ്റിത്തടം വിയർക്കാറുണ്ട്. റസൂലുള്ളാഹി തങ്ങളുടെ നെറ്റിത്തടം വിയർത്ത് ആ ഒട്ടകത്തിലേക്ക് റസൂലുള്ളാഹി ചാരി നിൽക്കുകയാണ്. വഹിയുടെ വഹിയുടെ ഭാരം സഹിക്കാൻ കഴിയാതെ ഒട്ടകം മുട്ടുകുത്തുകയാണ്. റസൂലും തങ്ങൾ പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടുകൾ റസൂലുള്ളാഹി താഴോട്ട് പതുക്കുകയാണ്, വീടുകയാണ്. കാരണം അത്രയും ഭാരമാണ് വഹിയിന്റേത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് തിരിച്ചു പോവുകയാണ്. ആയത്ത് ഓതിക്കൊടുത്തു പോവുകയാണ്. ജിബ്രീൽ മടങ്ങിയപ്പോ സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബത്തെ, ജിബ്രീൽ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയിരിക്കുകയാണ്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم ഇന്നേ ദിവസം അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീന പരിപൂർണമായിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ നിഅമത്തുകൾ നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുകയാണ്. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, പരിശുദ്ധ ഇസ്ലാമിനെ തൃപ്തിപ്പെട്ട മതമായി ഞാനിതാ അംഗീകരിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ആയത്ത് ഇറക്കി കൊടുത്തപ്പോൾ, ഈ ആയത്ത് സ്വഹാബത്തിന് ഹബീബായ വിവരങ്ങൾ വിശദീകരിച്ചു കൊടുത്തപ്പോൾ എല്ലാ സ്വഹാബത്തും സന്തോഷിക്കുകയാ, എല്ലാവരും തുള്ളിച്ചാടുകയാ. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഒരു സ്വഹാബിയതാവിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാ പൊട്ടിക്കരയുന്നത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ഉമറേ അവിടുന്ന് കരയുന്നത്? മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ ദീനിവിടെ പരിപൂർണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു പ്രവാചകന്റെ ആവശ്യം ഇവിടെ ഇല്ലെന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ ആയത്തിൽ അങ്ങനെ തെളിയുണ്ടെന്ന് നബിയേ, അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഖദ് ഖറബതു വഫാതുക യാ റസൂലല്ലാഹ്,
അങ്ങയുടെ വഫാത്തിന അടുത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നബിയേ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു ബലായ ഉമറു, അല്ലയോ ഉമറേ, അതേ സത്യമാണ്, എന്റെ വഫാത്തിന്റെ സൂചനയാ, എന്റെ വഫാത്ത് അടുത്തിരിക്കുന്ന ഉമറേ എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറിനെ ആശ്വസിപ്പിക്കുകയാ. അറഫയിൽ നിന്ന് ഹബീബായ നബി തങ്ങളും സ്വഹാബത്തും മുസ്ദലിഫയിലേക്ക് പോവുകയാണ്. മുസ്ദലിഫയിൽ അവരുടെ പാർക്കുകയാണ്. ദുൽഹജ്ജ് 10 രാവിൽ പെട്ടെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരി തൂകുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ചുറ്റുഭാഗത്തുള്ള സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ, എന്താ പെട്ടെന്ന് അവിടെ നിന്ന് പുഞ്ചിരിച്ചത്? എന്നെ പുഞ്ചിരിക്കാനുള്ള കാരണമെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ സ്വഹാബത്തേ, ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന സന്ദേശം എന്നെ വന്നറിയിച്ചപ്പോൾ ആ സന്ദേശം കേട്ടപ്പോൾ മണന്മാരി മണ്ണ് വാരിയെടുത്ത് എന്റെ ശരീരത്തിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടവൻ അവന്റെ ഓട്ടം നിന്നിട്ട് ഞാൻ ചിരിച്ചു പോയതാണ് സ്വഹാബത്ത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അവരൊന്ന് ദിനങ്ങളതാ കഴിഞ്ഞു പോകുന്നു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഹജ്ജിന്റെ കർമ്മങ്ങൾ മുഴുവൻ പരിപൂർണമായി ചെയ്തു കഴിഞ്ഞ് സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബത്തെ മദീനയിലേക്ക് തിരിച്ചു പോകാൻ ഇതാ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും മദീനയിലേക്ക് പോകാൻ തയ്യാറാവുക. മദീനയിലേക്ക് സ്വഹാബത്തും നബികളും യാത്രയാവുക. മദീനയുടെ ആ പ്രവേശന കവാടമെത്തിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടെ, ഒരു സൂചന കൂടെ അതാ സ്വഹാബത്തിന് നൽകുകയാ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യൂഷികു അൻ യഅതിയനി റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫഉജീബ്, ആ ദൂതന് ഞാൻ ഉത്തരം ചെയ്യും സ്വഹാബത്തെ എന്ന്. അഥവാ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം എന്റെ അരികിലേക്ക് വന്നാൽ അസ്റാഈലിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യും സ്വഹാബത്തെ എന്ന്. അല്ലാഹുവിന്റെ ഹബീബ് മലക്കിന്റെ പേര് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ ദൂതൻ വന്നു കഴിഞ്ഞാൽ റസൂൽ റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ വന്നു കഴിഞ്ഞാൽ ഫഉജീബ്, ഞാൻ ആ ദൂതന് ഉത്തരം ചെയ്യുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. പക്ഷേ സ്വഹാബത്ത് ഒരാളും തന്നെ വഫാത്ത്, അല്ലാഹുവിന്റെ വഫാത്ത്, റസൂലിന്റെ വഫാത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിനെ കുറിച്ച് അവരെ ആലോചിക്കുന്നില്ല. അപ്പോഴും അവിടെ കരയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോ കരഞ്ഞു പോയത്. അവിടെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളും സ്വഹാബത്തും മദീനയിലേക്ക് പ്രവേശിക്കുന്നു. അവരുടെ ജീവിതം പഴയതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാ. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം കഴിഞ്ഞു പോകുന്നു. മുഹറം മാസം സമാഗതമാവുകയാ. ആ മുഹറം മാസത്തിലും റസൂലുള്ളാഹി അവിടുത്തെ വഫാത്ത് സൂചിപ്പിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനെ വിളിക്കുകയാണ്. എന്റെ സ്വഹാബ, ജൂതന്മാർ നോമ്പെടുക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് അന്വേഷിക്കുന്നു. അപ്പൊ റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയതിന്റെ ഭാഗമായി അവര് നോമ്പെടുക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഏറ്റവും ബന്ധപ്പെട്ടവര് നമ്മളാണ്. അതുകൊണ്ട്
അടുത്ത വർഷം ഞാനെങ്ങാനും ജീവിച്ചിരിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സൂചന മറച്ചു പിടിച്ചാണ് വിധങ്ങൾ പറയുന്നത്, അടുത്ത വർഷമെങ്ങാനും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 നോമ്പ് കൂടെ ഞാൻ എടുക്കുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാ. പരിശുദ്ധമായിരിക്കുന്ന മുഹറം മാസം കഴിഞ്ഞു പോകുന്നു, സഫർ മാസം ആഗതമാവുകയാ. സഫർ മാസം 11 ഹബീബായ നബി തങ്ങൾ ഉഹദ് ഭൂമിയിലേക്ക്, ഉഹദ് മലയുടെ ചാരത്തേക്ക് പോകുന്നു. അവിടെയാണ് തന്റെ പ്രിയപ്പെട്ട എളാപ്പ മഹാനായ ഹംസത്തുൽ ഖർറാൻ റളിയല്ലാഹു തആല അൻഹു വിശ്രമിക്കുന്നത്. അവിടുത്തെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി സഫർ 11 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുകയാ. ഉഹദ് പർവ്വതവും നബിയും തമ്മിൽ ധാരാളം ബന്ധമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ വല്ലാതെ സ്നേഹിക്കുന്ന പർവ്വതമാണ്. അത് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉഹദ് യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഉഹദ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നാം ഉഹദിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ധാരാളം സംഭവം ഉഹദിന്റെ മുകൾ ഭാഗത്ത് നടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു തവണ ഉഹദ് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉഹദ് പർവ്വതം ഒന്നിങ്ങനെ ചലിക്കുകയാണ്, ഒന്നിങ്ങനെ കുലുങ്ങുകയാണ്. ആ കുലുങ്ങിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിൽ ഒന്ന് അടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അടങ്ങുക, കാരണം നിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നത് ഏതെങ്കിലും തെമ്മാടികളോ അല്ലാഹുവിനെ അനുസരണക്കേട് കാണിച്ച് ജീവിക്കുന്നവരോ അല്ല. നിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിന്റെ മുകൾ ഭാഗത്തിൽ നിൽക്കുന്നത് ഒന്ന് നബിയാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, മറ്റൊന്ന് സിദ്ദീഖാണ്, പിൽക്കാലത്ത് ശുഹദാക്കളുടെ ലിസ്റ്റിൽ ചേരാൻ പോകുന്ന 2 ശുഹദാക്കളാണ്. സിദ്ദീഖ് മഹാനായ ഉമർ ഫാറൂഖിനെയും മഹാനായ ഉസ്മാൻ തങ്ങളെയും ചേർത്തുകൊണ്ടാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖാണ്, ഷഹീദ്, 2 ശുഹദാക്കളാണ്. അതുകൊണ്ട് ചലിക്കരുത്, അടങ്ങുകയെന്ന് ഉഹദ് പർവ്വതത്തിനോട് പറയുമ്പോൾ ഉഹദ് പർവ്വതം അവിടെ ശാന്തമാവുകയാണ്. ഇങ്ങനെ ധാരാളം ഉഹദുമായി ധാരാളം സംഭവങ്ങൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹദിന്റെ ചാരത്തേക്ക് മഹാനായ ഹംസത്തുൽ ഖർറാൻ റളിയല്ലാഹു തആല അൻഹു തങ്ങളുടെ അരികിലേക്ക് സിയാറത്ത് ചെയ്യാൻ പോകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻപിൽ പൊട്ടിയ ആ ഒരു രംഗം നമുക്കറിയാം. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്താണ് ഹബീബിന്റെ ആ മുൻപിൽ കൊണ്ടുവന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വട്ടക്കണ്ണി അല്ലാഹുവിന്റെ ഹബീബിന്റെ കവിൾത്തടത്തിൽ വന്ന് തറക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് ബഹുമാനപ്പെട്ട മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു വരുന്നത്. അല്ലാഹുവിന്റെ ഹബീബിനോട് അനുവാദം ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവാദം കൊടുത്തു. ബഹുമാനപ്പെട്ട മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കവിൾത്തടത്തിലുള്ള ആ മുറിഞ്ഞുപോയിരിക്കുന്ന പൽക്കുട്ടി എന്ന് കടിച്ചെടുക്കുമ്പോ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിന്റെ വായക്കകത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് അവിടുത്തെ വായിലേക്ക് അല്പം കടക്കുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മാലിക് തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ അർജുഹു അബദാ,
ഇല്ല നബിയേ, ഞാൻ തൊട്ടില്ല. അങ്ങയുടെ രക്തം സാധാരണ രക്തമല്ല, അത് ബറക്കത്തിന് വേണ്ടി ഞാൻ കുടിക്കുന്നതാണെന്ന് മഹാനായ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട മുത്തബറക്കായ രക്തം അവിടുന്ന് കുടിച്ചത് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ നിറവേറിയത് ആ ഉഹുദിന്റെ മണ്ണില, ആ ഉഹുദിന്റെ ഭൂമിയിലേക്കാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധമായ സഫർ മാസം 11 പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്ത് അവരോടൊക്കെ യാത്ര പറഞ്ഞ് തിരിച്ചു വരുന്നു. സഫർ മാസം 21 ആയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീഇലേക്ക് പോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് ജന്നത്തുൽ ബഖീഇലേക്ക് തന്റെ പ്രിയപ്പെട്ട മക്കളോട് യാത്ര പറയാൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മക്കൾ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ ജന്നത്തുൽ ബഖീഇലുണ്ട്. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. മഹദിയായ സയ്യിദത്തുനാ ബീവി സൈനബ റളിയല്ലാഹു അൻഹ ഉണ്ട്. മഹാനായ റസൂലുള്ളാഹിന്റെ പൊന്നുമോൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിന്റെ കിടപ്പുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ട്. അവരോട് യാത്ര പറയാൻ, അവിടെ സിയാറത്ത് ചെയ്യാൻ ഹബീബായ റസൂലുള്ളാഹി പരിശുദ്ധമായ സഫർ മാസം 21 ജന്നത്തുൽ ബഖീഇലേക്ക് യാത്ര പോകുന്നു. ജന്നത്തുൽ ബഖീഇലേക്ക് ചെന്നുകൊണ്ടവരോട് അവിടെ സിയാറത്ത് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അവരോട് മുഴുവൻ യാത്ര ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ തലവേദന ആരംഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ തലവേദന തുടങ്ങുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് ആദ്യമായി വന്ന ലക്ഷണമാണ് തലവേദന. ജന്നത്തുൽ ബഖീഇന്റെ ഗേറ്റ് കടക്കുമ്പോൾ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ തലവേദന വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് കയറുമ്പോൾ ആ വീട്ടിലിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലയോ നബിയേ, ശക്തമായ എനിക്ക് തലവേദനയുണ്ട്, എനിക്ക് തലവേദനിക്കുന്ന നബിയേ എന്ന് റസൂലുള്ളാഹിനോട് പറയുമ്പോ മഹാനായ റസൂലുള്ളാഹി പറഞ്ഞു, ബൽ അന വല്ലാഹി യാ ആയിഷത്തു ആയിഷ, എനിക്കതിലേറെ ശക്തമായ തലവേദനയുണ്ട്, ശക്തമായ തലവേദനയുണ്ട് ആയിഷ എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കരുത്, ഏറ്റവും വലിയ സൗഭാഗ്യവതിയാണ്, എന്നെ മുൻപ് നീയാണ് വഫാത്താകുന്നതെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏത് ഭാഗത്തും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സൂചന കൊടുക്കുകയാ. ഇവിടെയും ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് സൂചനയാ കൊടുക്കുന്നത്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മുൻപ് നീയാണ് വഫാത്താകുന്നതെങ്കിൽ എന്റെ മുമ്പ് നീയാണ് വഫാത്താകുന്നതെങ്കിൽ നിന്നെ കുളിപ്പിക്കുന്നത് ഞാനാണ്, നിന്നെ കഫൻ ചെയ്യുന്നത് പ്രവാചകനായിരിക്കുന്ന എന്റെ കൈ കൊണ്ടായിരിക്കും നിന്നെ ഞാൻ കഫൻ ചെയ്യുക, നിന്റെ പേരിൽ നിസ്കരിക്കുന്നത് ഞാനാണ്, നിന്നെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതും ഞാനാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നീയാണ് എന്റെ മുന്നിൽ മരിക്കുന്നത് എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഗൗരവമുള്ള ഒരു വിഷയം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അല്ലാഹുവിന്റെ ഹബീബ് മരണത്തിന്റെ ആ ഏകദേശം സമയമെടുത്തപ്പോ പിന്നീട് റസൂലുള്ളാഹി സാധാരണ പുഞ്ചിരിക്കാറുള്ള
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പുഞ്ചിരിച്ചിട്ടില്ല. പക്ഷേ നബി തങ്ങൾ പുഞ്ചിരിച്ചൊരു സന്ദർഭമാണത്. അല്ലാഹുവിന്റെ ഹബീബ് ഇത്രയും ഗൗരവമേറിയ വിഷയം പറഞ്ഞപ്പോ അവസാനം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്, നബിയേ, ഞാൻ നേരത്തെ മരിച്ചാൽ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ? വളരെ ഗൗരവമായിരിക്കുന്ന ഒരു വിഷയം ചോദിച്ചപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചത്, ഞാൻ വഫാത്തായാൽ, ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ വേറെ കല്യാണം കഴിക്കുമോ നബിയേ എന്ന്. അപ്പോഴാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചത് എന്ന് കാണാം. തുടർന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ കഴിയുകയാണ്. ബാക്കിയുള്ള ഭാര്യമാരെ വിളിക്കുന്നു, എല്ലാവരോടും അനുവാദം ചോദിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയാൻ അനുവാദം ചോദിക്കുന്നു. എല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുവാദം കൊടുക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയുന്ന സമയത്ത് മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശക്തമായ ശരീരവേദന വരികയാണ്. എന്താണ് നബി തങ്ങൾക്ക് അല്ലാഹുവിനെ വേദന കൊടുക്കാനുള്ള കാരണമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ ശുഹദാക്കളുടെ ലിസ്റ്റിലേക്ക് ചേർക്കാനാ, ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയാ അല്ലാഹുവിന്റെ ഹബീബ് ഖൈബറിലേക്ക് പോയ ചരിത്രം നമുക്കറിയാം. ആ ഖൈബറിലേക്ക് പോയപ്പോൾ ജൂതവനിത റസൂലുള്ളാഹി തങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന് ആടിന്റെ കുറുക് വലിയ ഇഷ്ടമാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടം മനസ്സിലാക്കി ആടിന്റെ കുറുക് വാങ്ങിച്ചതിൽ വിഷം പുരട്ടിയിട്ട് പൊരിച്ചെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽക്കരിക്കുകയാ. അല്ലാഹുവിന്റെ ഹബീബ് വായിലേക്ക് വെച്ചതേ പെട്ടെന്ന് നബിതങ്ങൾ പറഞ്ഞു, ഇന്നഹാ മസ്മൂമാ, സ്വഹാബത്തെ ആരും അത് കഴിച്ചു പോകരുത്, അതിൽ വിഷം പുരട്ടിയിട്ടുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അന്ന് കഴിച്ചതിന്റെ അംശം ഹബീബായ റസൂലുള്ളാഹിയുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ വേദന അല്ലാഹു നൽകുകയാണ്. കാരണം നബി തങ്ങൾ ശുഹദാക്കളുടെ പട്ടികയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ആ ശരീരം, ആ സകലം അല്ലാഹുവിന്റെ ഹബീബിന് വേദന വരുന്നു. ശുഹദാക്കളുടെ മഹത്വം ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ എത്തിയതിനു ശേഷവും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ശുഹദാഉല്ലാഹ്, അത് ഷഹീദായവരാണ്. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ജീവാർപ്പണം നടത്തിയ മഹാത്മാക്കളാണ്. അവർ അല്ലാഹുവിനോട് പറയുമത്ര, പടച്ചവരെ, ഒരു തവണ കൂടെ ഭൂമിയിലേക്ക് പോകാൻ അനുവാദം തരുന്നു, ഒന്നുകൂടെ ഷഹീദാവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം അത് ശുഹദാഉല്ലാഹ്, ശുഹദാക്കളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ ശുഹദാക്കളുടെ പ്രതിഫലം നൽകാൻ ഹബീബായ നബി തങ്ങൾക്ക് നൽകാൻ വേണ്ടിയാണ് ശക്തമായ വേദന ഹബീബായ നബി തങ്ങൾക്ക് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വേദന കടിച്ചമർത്തിക്കൊണ്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ കഴിയുകയാണ്. വഫാത്തിന്റെ 4 ദിവസം മുൻപ് വരെ മദീന പള്ളിയിൽ ചെന്നുകൊണ്ട് സ്വഹാബത്തിൽ ഇമാമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിസ്കരിച്ചിട്ടുണ്ട്. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ബാങ്ക് വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങിയാൽ തൊട്ടടുത്തുള്ള റസൂലുള്ളാഹിന്റെ വീട്ടിലെ വാതിലങ്ങ് തുറന്നേക്കും. ബിലാൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹിനെ വന്ന് വിളിച്ചു കൊണ്ടുപോകും. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന്റെ തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു ബാങ്ക് മുഴക്കിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ വന്ന് വിളിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബിലാലേ,
അല്ലാഹുവിന്റെ ഹബീബ് ചെയ്തതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരാൻ കഴിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് വല്ലാത്ത വിഷമത്തിലാണെന്ന് സയ്യിദത്തുനാ ബിബി ആയിഷ റളിയല്ലാഹു അൻഹ പറയുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു അല്പനേരം മൗനിയായി നിൽക്കുകയാ. ഒരല്പസമയത്തിന് ശേഷം വീണ്ടും റസൂലുള്ളാഹിനെ വിളിക്കുകയാ. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ട് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോൾ അപ്പോഴും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വന്ന് പറയുന്നു, ബിലാലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമില്ലാത്ത ക്ഷീണന അല്ലാഹുവിന്റെ ഹബീബിന് മദീന പള്ളിയിലേക്ക് വരാൻ സാധിക്കില്ല. ഇങ്ങനെ 3 തവണ ആവർത്തിക്കുകയാ. ബിലാൽ റളിയല്ലാഹു തആല മൂന്നാമത് വിളിച്ചു പറയുന്നത് ഹബീബായ നബി തങ്ങളെ കേൾക്കുകയാ. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ, എന്റെ ബിലാലല്ലേ വന്ന് വിളിക്കുന്നത്? ബിലാലിനോട് വീട്ടിന്റെ അകത്തളത്തിലേക്ക് കയറി വരാൻ പറഞ്ഞു ആയിഷ. ബിലാൽ റളിയല്ലാഹു വീട്ടിന്റെ അകത്തളത്തേക്ക് വന്നപ്പോ മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിലാൽ തങ്ങളോട് പറഞ്ഞു, ബിലാലേ, എനിക്ക് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരാൻ സാധിക്കില്ല. അന സകറാത്തിൽ മൗത്ത്, അന ഫീ സകറാത്തിൽ മൗത്ത്, ഞാൻ മരണത്തിന്റെ ആമുഖത്തിലാണ് ബിലാലേ, അതുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ എനിക്ക് സാധിക്കില്ല. സിദ്ദീഖിനോട് നിസ്കരിക്കാൻ, നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു ബിലാലെന്ന ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അതിനൊന്നതാ ശിരസിൽ കൈവച്ചുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വാഖർബാ വഅസ്മതാ എന്ന് വിളിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് ഓടുകയാ. സ്വഹാബത്ത് ബിലാലിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുമ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബ് സക്കറാത്തിന്റെ അവസ്ഥയിലാണ്, മരണത്തിന്റെ ആമുഖത്തിലാണെന്ന് ഹബീബിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് കൂട്ടക്കരച്ചിൽ പള്ളിയിൽ മദീന പള്ളിയിൽ മുഴങ്ങുകയാ. റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കുകയാ. ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ആയിഷ, എന്താ മദീന പള്ളിയിൽ കരച്ചിൽ കേൾക്കുന്നത്? ആരാ കരയുന്നത് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ, അങ്ങയുടെ സ്വഹാബത്താ. ബിലാൽ ചെന്നുകൊണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്, സ്വഹാബത്ത് പൊട്ടിക്കരയുന്നതാണെന്ന് കേൾക്കുന്നത് നബിയെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാ. ഏകദേശം മരണത്തിന്റെ തലേ ദിവസം മഹാനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തിന്റെ അവസ്ഥ പറഞ്ഞപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിരസിൽ അവിടത്തെ കൈയിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കാൽപാദം എടുത്ത് ഉറക്കുന്നില്ല. കാല് വേച്ച് ആ മണൽപ്പരപ്പിലൂടെ ഹബീബായ റസൂലുള്ളാഹി മദീന പള്ളിയിലേക്ക് വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞവിടുത്തെ മിമ്പറിലെ അവസാനത്തെ പടിയിൽ ഹബീബായ റസൂലുള്ളാഹി ഇരിക്കുകയാ. ജീവിതത്തിൽ അവസാനത്തെ പ്രഭാഷണം അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്തുകയാ. അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട സ്വഹാബത്തെ, അല്ലാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ വേദനിപ്പിക്കരുത്, അവരെ നിങ്ങളെ അടിച്ചേർക്കരുത് എന്ന ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തിൽ നിങ്ങളുടെ പറയുന്നതിന്റെ തൊട്ട് മുൻപ് പോലും നിങ്ങളുടെ കാര്യമാ വിളിച്ചു പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ അടിച്ചേക്കരുത്, അവരെ വേദനിപ്പിക്കരുത് സഹാബ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി.
എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ സഹോദരങ്ങളെ, അല്ലയോ ജനങ്ങളെ, മൻ സബ്ബതുഹു ഔ ശത്തംതുഹു ഔ വറബതുഹു ഫൽയക്തസൽ മിൻ ആര ഖബ്ല അൻ ലാ യകൂന ദിർഹമൻ വലാ ദീനാറ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഞാൻ നിങ്ങളെ ആരെങ്കിലും ചീത്ത പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും ഞാൻ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സ്വഹാബത്തെ, ആഖിറത്തിലേക്ക് നിങ്ങൾ നീട്ടിവെക്കരുത്, ആഖിറത്തിലേക്ക് നിങ്ങൾ മാറ്റിവെക്കരുത്. ദുനിയാവിൽ വെച്ചുകൊണ്ട് എന്നോട് നിങ്ങൾ ഖിസാസ് എടുക്കണം, എന്നോട് നിങ്ങൾ പൊരുത്തപ്പെട്ടത് എനിക്ക് പൊരുത്തപ്പെട്ടു വരണം, അല്ലെങ്കിൽ എന്നോട് പ്രതികാരം ചോദിക്കണമെന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയുമ്പോഴാണ് സ്വഹാബത്തതാ രണ്ട് കാലിന്റെ മധ്യത്തിലേക്ക് അവിടുത്തെ ശിരസ്സതാ ഇറക്കി വെച്ചുകൊണ്ട് തലതാഴ്ത്തി സ്വഹാബത്തിരിക്കുകയാ. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ സ്വഹാബത്തിനെ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും തലതാഴ്ത്തിയിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഹബീബായ നബി തങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാ, ഞാനും നിങ്ങളും സമൂഹമായി ജീവിച്ചവരാ, അതുകൊണ്ട് എന്റെ ഭാഗത്തു നിന്ന് വല്ലതും അപാകതകൾ നിങ്ങൾക്ക് സംഭവിച്ചെന്ന് തോന്നിയാൽ, നിങ്ങളെ ഞാൻ അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വിലക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നോട് ഖിസാസെടുക്കണേ സ്വഹാബത്തെ, അല്ലെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു വരണേ എന്ന് പറയുമ്പോൾ ആ സദസ്സിൽ നിന്നതാ ഒരു സ്വഹാബി എഴുന്നേൽക്കുകയാ. ആരാണ് സ്വഹാബി? മഹാനായ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, നബിയേ, എനിക്ക് ഖിസാസ് എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് അനുവദിച്ചു കൊടുക്കുന്ന രംഗങ്ങളെ കൊണ്ട്. പക്ഷേ അവസാനം അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയേ, ഞാൻ അങ്ങയോട് ഖിസാസ് എടുക്കുമോ? ആ ഖസസ്തുനിക റസൂലല്ലാഹ്, അങ്ങയോട് ഞാൻ ഖിസാസ് എടുക്കാനോ? മറിച്ച് ഞാൻ ഈ പ്രവർത്തനം, ഈ തന്ത്രം കാണിച്ചത് അങ്ങയുടെ ശരീരത്തോട്, എന്റെ ശരീരമെന്ന് ചേരാൻ. ഇന്നമാ ഫഅൽതു ദാലിക റജാഅ അൻ യമസ്സ ജിസ്മി ബിജിസ്മിക ശരീഫ് യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരവുമായി എന്റെ ശരീരമെന്ന് ചേർന്ന് കഴിഞ്ഞാൽ എന്റെ ശരീരം പിന്നെ നരകത്തിന് ഹറാമാണെന്ന് എനിക്കറിയാൻ കഴിയേ. അതിനു വേണ്ടിയാണ് ഞാൻ ഈ തന്ത്രം പ്രയോഗിച്ചത് എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ സ്വഹാബത്തിനെ നോക്കിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, അലാ മൻ യുഹിബ്ബു അൻ യൻദുറ ഇലാ അഹ്ലിൽ ജന്നത്തി ഫൽയൻദുർ ഇലാ ഉകാശ. സ്വഹാബത്തെ, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നവരാണ് നിങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽയൻദുർ ഇലാ ഉകാശ, ഉകാശയെ നിങ്ങൾ കണ്ടുകൊണ്ടുവെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോഴാണ് ഫഖാലൽ മുസ്ലിമൂൻ, എല്ലാ മുസ്ലിമീങ്ങളും എഴുന്നേറ്റുകൊണ്ട് യുഖബിലൂന ബൈന ഐനൈഹി, മഹാനായ ഉകാശ റളിയല്ലാഹു അൻഹുവിന്റെ കൺതടം വന്ന് ചുംബിക്കുന്നത് അതങ്ങ് കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് യാത്ര പറഞ്ഞു, അവരോട് സലാം പറഞ്ഞ് വീട്ടിലേക്ക് പോവുകയാ. വീട്ടിൽ ചെന്ന് ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ ഭാര്യമാരും അവിടെയുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് ആദ്യം പറയുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുന്നു. രണ്ടാമത് ചെവിയിൽ മന്ത്രിക്കുന്ന സമയത്ത് പൊട്ടിച്ചിരിക്കുന്നു. അതിന്റെ കാരണം പിന്നീട് ആയിഷ ബീവിയോട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് വാതിലിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ മുട്ടുന്നത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പഴുതിലൂടെ നോക്കുമ്പോൾ ഒരു അഅറാബിയായിരിക്കുന്ന മനുഷ്യൻ വീണ്ടും വീണ്ടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന് ആ അഅറാബിയായ മനുഷ്യൻ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, ആരാ വന്നിരിക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ ഹബീബിനോട് അനുവാദം ചോദിക്കുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്. ജിബ്രീലിനെ ഒന്നാനകത്ത് പോയിട്ട് വിളിച്ചിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, നബിയെ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ അങ്ങയുടെ റൂഹിനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ട്. മഹാനായ റസൂലുള്ളാഹി അനുവദിക്കുന്നു. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന്റെ പെരുവിരലിൽ നിന്ന് അവിടുത്തെ റൂഹ് പിടിക്കുന്ന രംഗമുണ്ട്. മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെ
നമ്മളൊക്കെ നന്നോ നാളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിനം അനുഭവിക്കാനുള്ള കാര്യമാണ്. 500 മലക്കുകളാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കാൻ വരുന്നത്. ഇരുവശങ്ങളിലായി 250 മലക്കുകൾ മാറി മാറി നിൽക്കുന്നു. അതിൽ 50 പേരാണ് റൂഹിനെ പിടിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ 500 മലക്കുകൾ റൂഹിനെ പിടിച്ച് എത്തുമ്പോൾ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് അസ്റാഈലിന്റെ പ്രവർത്തനം വരുന്നത്. അവിടെ മുതൽ ഉത്തരവാദിത്വം അസ്റാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമിനാണ്. അങ്ങനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹിനെ പിടിക്കുന്നു മഹാനായ അസ്റാഈൽ അലൈഹിസ്സലാം. എന്നേക്കുമായി ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് സംഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തായതറിയാതെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണാൻ അവിടുന്ന് ബുധനാഴ്ച കബറടക്കം ചെയ്ത് ഹബീബായ നബിതങ്ങളെ കാണാൻ വ്യാഴാഴ്ച ഒരു മനുഷ്യൻ വരുന്ന ചരിത്രം പറയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട് വഫാത്തായതറിയാതെ റസൂലുള്ളാഹിനെ കാണാൻ ഒരു മനുഷ്യൻ വരുന്ന ചരിത്രം ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പിന്നീട് നമുക്ക് പറയാം. ഹബീബായ റസൂലുള്ളാഹിന്റെ വഫാത്ത് സംഭവിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ പരിശുദ്ധമായിരിക്കുന്ന പുണ്യപൂർണ്ണിമം നമ്മുടെ റൂഹ് തിരിയുന്നതിന് മുൻപ് കാണാൻ അല്ലാഹു നമുക്ക് അവസരം തരുമാറാവട്ടെ. അർഹമുർ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഹബീബായ നബി തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മർഹൂം പള്ളിപ്പട്ടി അഹമ്മദ് കുട്ടി മുസ്ലിയാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ 63ാമത് ആണ്ട് നേർച്ച പരിപാടിയുടെ 4ാം ദിവസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്ന് നമ്മളോട് സംസാരിച്ചത് നമ്മുടെ ഖത്തീബ് ഉസ്താദ് അവറുകൾ മുഹമ്മദ് അഷ്റഫി ഫാദിൽ ബാക്കവി ഉസ്താദ് അവറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് എന്ന വിഷയത്തിൽ വളരെ ഹൃദയസ്പർശമായ രീതിയിൽ നമ്മോട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് 63ാമത് ആണ്ട് സ്വാഗത സംഘത്തിന്റെ പേരിലും ഇൽഫത്തുൽ ഇസ്ലാം സംഘത്തിന്റെ പേരിലും ഉസ്താദ് അവറുകൾക്ക് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. കൂടാതെ ഈ സദസ്സിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളത്തെ നമ്മുടെ പരിപാടിയിൽ സലാഹുദ്ദീൻ ഫൈസി ഉസ്താദ് അവറുകൾ ആത്മീയതയുടെ മാധുര്യം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നതാണ്. നല്ല രീതിയിൽ സംസാരിക്കുവാനും അത് ഉൾക്കൊണ്ട് ജീവിക്കുവാനും നമുക്ക് റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب ويحصل الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. أرحم الرحمن يا مالك الملوك يا ربي പള്ളിപ്പടി ഉപ്പാപ്പാടെ പേരിൽ ഞങ്ങളെ ഒരുമിച്ച് കൂടിയ നീ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ പറഞ്ഞു നീ സ്വീകരിക്കണേ അല്ലാ, കേട്ടത് സ്വീകരിക്കണേ അല്ലാ, ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, വന്യരായ തുന്നിരുന്ന ഉസ്താദ് അവർകൾ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിനായി ദീർഘായുസ്സ് നൽകണേ അല്ലാ. ഇവിടുത്തെ രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും നീ പൊറുക്കണേ അല്ലാ.
റഹ്മാനായ റബ്ബേ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഒരുപാട് സഹോദരങ്ങൾ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. റുഖിയ എന്നൊരു സഹോദരി സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കഴിയുകയാ. റഹ്മാനായ റബ്ബേ ഉപ്പാപ്പാടെ ഹക്ക് കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ആജിലായ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ആണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ അവരെ ചൊരിയണേ അല്ലാഹ്. വീടുകളിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ദുനിയാവിലും ആഖിറത്തിലും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ സഹപ്രവർത്തകന്മാരായ ഉസ്താദുമാർക്ക് നീ ഖൈറ് നൽകണേ അല്ലാഹ്. ഒരുപാട് മുതഅല്ലിമീങ്ങളുടെ ഇൽമിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്ലിസിലേക്ക് വന്ന സഹോദരങ്ങൾ സഹോദരികൾ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ എല്ലാവിധ ശാരീരിക മാനസിക പ്രയാസങ്ങൾ നീ അകറ്റണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദുർലക്ഷണ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ ഹബീബ് ആ ഹബീബിന്റെ പുണ്യപൂർവകമെന്ന് കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ കുടിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെയും മഹലുകാരെയും ഈ മജ്ലിസിൽ വന്നവരെയും നീ ചേർക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ ചേർക്കണേ അല്ലാഹ്. ആ ഹബീബിനോടുകൂടെ ജന്നാത്തുൽ നഈമിൽ പള്ളിപ്പടി ഉപ്പാപ്പാടെ ചാരത്ത് ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.